ജനതകളുടെ ഗലീലി എന്ന് പറഞ്ഞാൽ ഖഫർനാം, ജനതകളുടെ ഗലീലി അവിടെ നിന്ന് മഹത്വപൂർണ്ണമാക്കും. കർത്താവ് ഖഫർനാമിൽ ചെന്ന് താമസിച്ചു എന്നാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് സമയമായപ്പോൾ അരുൾ ചെയ്തു, മനസ്സാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പ്രകാശമായി ഉദയം ചെയ്ത യഥാർത്ഥത്തിലുള്ള സുവിശേഷമാകുന്ന ക്രിസ്തു തൻ്റെ തിരുവധരങ്ങൾ തുറന്ന് ഈ പ്രകാശത്തിലേക്ക് വരാൻ നമ്മളെ വിളിക്കുന്നത്, അതിന് തടസ്സമായി നിൽക്കുന്ന പാപത്തിൻ്റെ അന്ധകാരം നീക്കാൻ മനസ്സാന്തരപ്പെടണം എന്ന് തന്നെയാണ് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 62-ാമത്തെ അധ്യായത്തിൽ വരാനിരിക്കുന്ന രക്ഷകനെ സംബന്ധിച്ച് മറ്റൊരടയാളം യെശയ്യാ നമുക്ക് നൽകുന്നുണ്ട്. അത് ലോകത്തിലേക്ക് മണവാളനായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ലോകത്തെ ഇങ്ങനെ വരിക്കാൻ വേണ്ടി ഹൃദയം നൽകി, മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ ഹൃദയം നൽകി സ്നേഹിക്കാൻ, ലോകത്തിന് മുഴുവൻ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തൻ്റെ ഹൃദയത്തിൽ കുറഞ്ഞതൊന്നും നൽകിയില്ല, ഹൃദയം തന്നെ നൽകി സ്നേഹിക്കാൻ മണവാളനായിട്ടാണ് അവൻ വരുന്നത് എന്നാണ് യെശയ്യാ പ്രവാചകൻ 62-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് 1-ാമത്തെ വാക്യമുണ്ട്. 1-ഉം 2-ഉം വാക്യങ്ങളിൽ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറൂസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല എന്ന്. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പ്രതീകമാണ് സിയോനും ജെറൂസലേമും. അതുകൊണ്ട് ഈ 2 നഗരങ്ങളെയും സ്ത്രീയോട് ഉപമിച്ചുകൊണ്ട്, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലൂടെ ലോകത്തെ മുഴുവനും രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ സംബന്ധിച്ച്, രക്ഷകനെ സംബന്ധിച്ച് പറയുന്നത്, അവൻ സിയോന്റെ ന്യായം പ്രഭാതം പോലെയാണ് വരാൻ പോകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ അവിടെ, അതായത് ലോകത്തെ മുഴുവനെയും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ന്യായീകരണത്തിലേക്ക് ന്യായീകരിച്ച് എന്ന് പറഞ്ഞാൽ അവരെ രക്ഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്. സിയോന്റെ ന്യായം പ്രഭാതം പോലെയാണ് വരുന്നത്. പ്രഭാതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഇരുൾ നീങ്ങി ലോകത്തെ മുഴുവനെയും വെളിച്ചം ഗ്രസിക്കുന്ന അനുഭവമാണ് പ്രഭാതം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും പ്രഭാതം നമ്മൾ കാണുന്നതാണല്ലേ. പ്രഭാതം എന്ന് പറഞ്ഞാൽ ഇരുണ്ടിരുന്ന അവസ്ഥ മാറി വെളിച്ചത്തിലേക്ക് നമ്മുടെ മേഖലകൾ വരുന്നതിനാണ് പ്രഭാതം എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രഭാതം എന്ന് പറഞ്ഞാൽ വെളിച്ചത്താലേ ഇരുള് നീക്കപ്പെട്ട് ലോകം മുഴുവനും വെളിച്ചത്തിൻ്റെ ആശ്ലേഷത്തിൽ നിൽക്കുന്ന ഒരനുഭവമാണ്. അതാണ് വരാനിരിക്കുന്ന രക്ഷകനെ സംബന്ധിച്ച് അവിടെയും യെശയ്യാ പറയുന്നത്, പ്രഭാതം പോലെ വെളിച്ചമായിട്ടാണ് രക്ഷകൻ വരുന്നതെന്നാണ്. ഇനി അതിൻ്റെ 2-ാം ഭാഗം എന്താണ്? ജെറൂസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയാണ്. ജ്വലിക്കുന്ന പന്തം എന്ന് പറഞ്ഞാൽ കെടുത്താനാവാത്ത, എളുപ്പമല്ലാത്ത, കെടുത്താൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ തീവ്രമായി ജ്വലിച്ചു നിൽക്കുന്ന പന്തം പോലെയാണ് രക്ഷ കൈവരുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രകാശമായിട്ടാണ് രക്ഷകൻ വരുന്നതെന്നാണ്. ഇനി എന്താണ് തുടർന്ന് പറയുന്നത്? പ്രകാശം എന്താണ്? ജെറൂസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ലെന്നാണ്. നിഷ്ക്രിയനെന്ന് പറഞ്ഞാൽ, നിഷ്ക്രിയനായിരിക്കുകയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്ന് വരെ, രക്ഷ ഉറപ്പ് വരുത്തുന്നത് വരെ, ലോകം മുഴുവനും രക്ഷിക്കപ്പെടുന്നത് വരെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് പിന്നെന്താ പറയുന്നത്? നിഷ്ക്രിയനായിരിക്കുകയില്ല, ഞാൻ നിശബ്ദനായിരിക്കുകയില്ലെന്നാണ്. നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. ആരുണ്ടെന്നെ തടസ്സപ്പെടുത്താനെന്നാണ് തമ്പുരാൻ ചോദിക്കുന്നത്. ആരുണ്ടെന്നെ തടസ്സപ്പെടുത്താൻ? ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും, ഞാൻ ഈ സത്യം പ്രഘോഷിച്ചു കൊണ്ടേയിരിക്കും. നമുക്ക് തത്തുല്യമായ ഒരു ഭാഗം യേശുവിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. യേശു ഇങ്ങനെ തൻ്റെ തിരുവധരങ്ങൾ തുറന്ന് സംസാരിച്ച് അവിടുന്ന് പ്രവൃത്തിയിലൂടെ അത് സംസാരിക്കുന്നതൊക്കെ സത്യമാണ്, താൻ വെറും ആരെങ്കിലുമല്ല, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന രക്ഷകൻ തന്നെയാണ് എന്ന് അവിടുന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളിലൂടെ അവിടുന്ന് തെളിയിച്ചുകൊണ്ട് അവിടുന്ന് പ്രവർത്തിച്ചിങ്ങനെ തൻ്റെ പരസ്യ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന ഘട്ടമാകുമ്പോൾ
ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ കുറച്ച് പേര് വന്നിട്ട് യേശുവിനോട് പറയുന്നുണ്ട്, നീ അങ്ങോട്ട് പോകരുത്, ഹേറോദേസ് നിന്നെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെറോദസ് നിന്നെ കൊല്ലും, അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ചിലർ വന്ന് യേശുവിനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നത് എന്താണെന്നറിയാമോ? ആ കുറുക്കനോട് പോയി പറയുക, ഇന്നും നാളെയും ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. 3-ാം ദിവസം ഞാനത് പൂർത്തീകരിക്കും എന്നാണ്. 3-ാം ദിവസം ഞാനത് പൂർത്തീകരിക്കും. ഈ 3-ാം ദിവസം എന്നുള്ളത് നമുക്കറിയാം അല്ലേ? 3 ദിവസം കൊണ്ട് ഈ ദൈവാലയം തകർക്കുക, ഞാനത് പണിതുയർത്തിയിരിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകുന്നുണ്ട്. ഈ 3-ാം ദിവസം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ 3-ാം ദിവസം ഞാനത് പൂർത്തീകരിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ താൻ ദൈവം നിശ്ചയിച്ച രക്ഷയുടെ പ്രവൃത്തിയും പ്രഘോഷണവും അത് തടസ്സപ്പെടുത്താൻ ധൈര്യമുള്ളവൻ വരിക. അത് ഹേറോദേസല്ല ആര് വന്നാലും ഞാനത് പൂർത്തീകരിച്ചിരിക്കും, എന്നെ ഭയപ്പെടുത്താൻ ആരും ഇല്ല, ആർക്കുമാവില്ല എന്നാണ്, എന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കുമാവില്ല എന്നാണ് ദൈവത്തിൻ്റെ നിശ്ചയം അറിയിക്കുകയാണ്. അപ്പോൾ ലോകത്തെ പ്രകാശത്താലെ നിറയ്ക്കുന്ന, ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഇരുളിനെ നീക്കി യഥാർത്ഥത്തിലുള്ള പ്രകാശത്തിലേക്ക് ലോകത്തെ നയിക്കുന്നതിന് വേണ്ടി താൻ നിർവഹിക്കുന്ന രക്ഷാകരമായ പ്രവൃത്തികളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു, അവിടെ നിന്ന് നൽകുന്ന വെളിച്ചം നമുക്ക് എത്രത്തോളം ലഭിക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടുന്ന് പ്രകാശം നൽകുന്നവനാണ്, ഇരുളിനെ നീക്കി പ്രകാശം നൽകുന്നവനാണെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എവിടെയൊക്കെയാണ് ഇരുൾ നിറഞ്ഞിരിക്കുന്നത്? എല്ലാ തലങ്ങളിലും ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ ബാധിച്ചിരിക്കുന്ന ഇരുളെന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന വിവിധ തലങ്ങളിലുള്ള രോഗങ്ങളാണ്. ഇരുട്ടിൻ്റെ അനുഭവമാണത്. ശരീരം ദൈവം മഹത്വപൂർണമായി നമുക്കായി നൽകിയ ഈ മഹത്വപൂർണമായ ശരീരം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആലയമായ ഈ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന അവസ്ഥ, അതിനെ ദുഷിപ്പിക്കുന്ന അവസ്ഥ, അതിനെ തകർക്കുന്ന അവസ്ഥ, അത് ശരീരത്തിൻ്റെ തലത്തിലുള്ള ഇരുളാണ് എന്ന് നമ്മൾ അറിയണം. പിന്നെ മനസ്സിൻ്റെ തലത്തിൽ നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന, മനസ്സിനെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, മനസ്സിനെ ശിഥിലീകരിക്കുന്ന അനുഭവങ്ങൾ, ചിന്താശേഷിയെ തകർക്കുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ മനുഷ്യകുലത്തെ ബാധിച്ചിരിക്കുന്ന ഇരുളാണ് എന്ന് നമ്മൾ അറിയണം. പിന്നെ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ തലത്തെ ബാധിച്ചിരിക്കുന്ന പാപത്തിൻ്റെ അവസ്ഥ, മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഗൗരവമേറിയ ഇരുളാണ്. അത് മനുഷ്യൻ്റെ മനസ്സിനെയും, ആത്മാവിനെ ബാധിക്കുന്ന ഇരുൾ മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തിൻ്റെ, മനുഷ്യനെ ഏതൊക്കെ തലങ്ങൾ നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റുമോ ആ തലങ്ങളിലൊക്കെയും ഇരുള് നിറയ്ക്കുന്ന ഒരു വലിയ തീവ്രമായ ഇരുളാണ്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ മനുഷ്യനെ ബാധിക്കുന്ന ഇരുളിൻ്റെ അനുഭവമാണ്. അതാണ് ആത്മാവിനെ ബാധിക്കുന്ന ഇരുളെന്ന് പറയുന്നത്, പാപത്തിൻ്റെ അവസ്ഥ. ഈ തലങ്ങളിലൊക്കെയും മനുഷ്യനെ ബാധിക്കുന്ന ഇരുളിനെ നീക്കാൻ പ്രാപ്തിയുള്ളവനാണ് ദൈവം എന്ന് നമ്മൾ അറിയുന്നു. സ്നാപകയോഹന്നാൻ തൻ്റെ പ്രവൃത്തികളൊക്കെ നിർവഹിച്ച് താൻ ആ അവസ്ഥകളിൽ നിന്ന് പിന്മാറുന്ന സമയത്താണ് യേശു ഇങ്ങനെ കഫർനാമിൽ വന്ന് പാർത്ത് അവിടെ തൻ്റെ തിരുവധരങ്ങൾ തുറന്ന് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇനി ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞുവിട്ട് യേശുവിനെ സമീപിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ തന്നെയാണോ വരാനിരിക്കുന്നവനെന്ന്? പ്രവാചകന്മാരുടെ അധരങ്ങൾ വഴി അരുൾ ചെയ്ത ലോകത്തിൻ്റെ ഇരുൾ നീക്കുന്നവൻ നീയാണോ? ലോകത്തിന് പാപത്തിൻ്റെ മോചനം നൽകി ലോകത്തെ മുഴുവനെയും രക്ഷിക്കുന്നവൻ നീയാണോ? മണവാളനായിട്ട് ഈ ലോകത്തിലേക്ക് വരാൻ പോകുന്ന രക്ഷകൻ എന്ന് പറയുന്നവൻ നീയാണോ എന്ന് സ്നാപകയോഹന്നാൻ്റെ ശിഷ്യന്മാരെ വിട്ട് സ്നാപകയോഹന്നാൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്.